എറിയടാ. ജസ്റ്റ് മിസ് മോനെ. എനിക്കില്ല, ഞാൻ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഈ മസിൽ മുഴുവൻ ബുദ്ധിയായിരുന്നറാ ഞങ്ങൾ യൂസ് ചെയ്യാതെ വെച്ചിരുന്നതാണ്. ഞാൻ പറഞ്ഞപ്പോ ഇങ്ങനെ ഉരുട്ടി പൊക്കിക്ക് വേളി കയറ്റി. അങ്ങനെ 25,000 AC ഉൾപ്പെടെ 75,000 രൂപയുടെ സമ്മാനങ്ങളുമായി ഇനി മുമ്പോട്ട് പോകുന്ന ആരാണ്? അഭിലാഷ് മാസ്റ്റർ. എന്റെ അമ്മോ, എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി അമ്പും വില്ലും ഇപ്പൊ പവനായി ശവമായി നിൽക്കുന്നുണ്ട. പക്ഷെ നീ അടങ്ങ്. കാര്യം ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഒരു ലെവലാണ്. ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി. ഈ റൗണ്ടിന് ഒരു പ്രശ്നമുണ്ട്. അഭിലാഷ് മാസ്റ്ററിന് വേണമെങ്കിൽ ഇപ്പൊ ഇവിടെ ക്വിറ്റ് ചെയ്ത് പോവാം. അതായത് ഇപ്പൊ ചേട്ടൻ ക്വിറ്റ് ചെയ്യുകയാണെങ്കിൽ ചേട്ടന് ഒന്നുകിൽ 20,000 രൂപയുടെ സമ്മാനം, അതല്ലെങ്കിൽ 5,000 രൂപയുടെ സമ്മാനം. ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ ചേട്ടന് കിട്ടുമായിരിക്കും. അത് ഭാഗ്യം പോലെ ഇരിക്കും. ലക്കി ഡ്രോയിലായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഇപ്പൊ ചേട്ടന് 20,000 കിട്ടുകയാണെങ്കിൽ നമ്മുടെ കുട്ടിക്ക് 5,000 പോകും. ഇനി ചേട്ടൻ 5,000 കിട്ടിയാൽ കുട്ടിക്ക് 20,000 കിട്ടും. ഇനി അതല്ല, ചേട്ടൻ ക്വിറ്റ് ചെയ്യാതെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഫൈനൽ മത്സരത്തിൽ വിജയിച്ച് 1,05,000 രൂപയുടെ സമ്മാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇനി അഥവാ ആ റൗണ്ട് തോറ്റുപോയാലും ചേട്ടന് 35,000 രൂപയുടെ സമ്മാനമായിട്ട് വീട്ടിൽ പോവാം. പക്ഷെ എങ്ങാനും എന്റെ അൻസില ജയിച്ചാലേ 1,05,000 രൂപ അൻസിലേക്ക് കിട്ടും. നമുക്കൊന്നും കിട്ടൂല. നമ്മള് ചാക്കരി അല്ലെങ്കിൽ തലവണയായിട്ട് വീട്ടിൽ പോകേണ്ടി വരും. ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ക്വിറ്റ് ചെയ്യുന്നില്ല. എന്റെ ജിമ്മൻ ചേട്ടൻ അഭിലാഷ് മാസ്റ്റർ മുമ്പിലോട്ട് പോവുകയാണെടാ. 1,05,000 രൂപയുടെ സമ്മാനമായിട്ട് വീട്ടിൽ പോവോ എന്ന് നമുക്ക് നോക്കാം. ഈ ലെവൽ കൂടെ മത്സരിച്ച് ജയിച്ചാൽ ചേട്ടൻ ലഭിക്കാൻ പോകുന്നത് 30,000 രൂപ വില മതിക്കുന്ന ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജാണ്. ഈ വണ്ടി നിറയെ സാധനങ്ങളുടെ ഒപ്പം അതും കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ 6ാമത്തെ ലെവലിൽ അടിച്ചു കയറി വായിൽ എത്തിയിരിക്കുകയാണ്. 1,05,000 രൂപ വില മതിക്കുന്ന സമ്മാനമായിരിക്കും ജയിക്കുന്ന ആൾക്ക് കിട്ടാൻ പോകുന്നത്. ആൻഡ് മത്സരം ഈസ് അഭിലാഷ് മാസ്റ്റർ ഇവിടെ ഏതോ പ്രൊഡക്ഷനിലുള്ള ആളെ സോപ്പിട്ടാണെന്നൊന്നും മുട്ടയുടെ മത്സരം തന്നെ കിട്ടി. കറക്റ്റായിട്ട് ഇനി തോറ്റായി മുട്ടയെങ്കിലും പോക്കറ്റിട്ടോണ്ട് നമുക്ക് വീട്ടിൽ പോവാം. പ്രോട്ടീൻ അടിച്ച് കയറ്റാം. സിമ്പിൾ ആണ്. ഈ ട്രാക്ക് കണ്ടല്ലോ നിങ്ങൾ, അവിടുത്തെ പരിപാടിയൊക്കെ കണ്ടല്ലോ. ഒരു സ്പൂൺ ഇരിപ്പുണ്ട് അവിടെ. ആ സ്പൂണ് കടിച്ചു പിടിക്കുക. ആ സ്പൂണിലൊരു മുട്ടയെ ബാലൻസ് ചെയ്യുക. ഇതിലൂടെ നടന്നു പോകണം. അവിടെ കൃത്യമായിട്ട് നമ്മൾ വെക്കണം. കൈ ഉപയോഗിക്കാൻ പാടില്ല. താഴെ ഇറങ്ങിയിട്ട് നമ്മൾ വെച്ചാൽ മതി. നിങ്ങൾക്ക് ലഭിക്കുന്നത് 60 സെക്കൻഡ് ആണ്. ശരി. അൻസില, your time starts now. ധൃതി കാണിക്കരുത്. സിമ്പിൾ ആയിട്ട് പോവാൻ കാണിക്കരുത്. അങ്ങോട്ട് വീഴും, ഇങ്ങോട്ട് വീഴും, അങ്ങോട്ട് വീഴാം, ഇങ്ങോട്ട് വീഴാം. ഇനിയും ധൃതി വേണ്ട. ഇനിയും ചാടിയൊന്നും ചെയ്യരുത്. സമാധാനമായിട്ട് ചെയ്താൽ മതി. അൻസില അടിപൊളി. അൻസില വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. വീഴല്ലേ, വീഴല്ലേ. സ്റ്റോപ്പ്. സമയം കഴിഞ്ഞിരിക്കുകയാണ്. അയ്യോ, ഒരു മുട്ട കൂടെ വെച്ചിരുന്നെങ്കിൽ നല്ലൊരു കൈയടി കൊടുക്കണേ. കമോൺ അൻസില. പക്ഷെ അടിപൊളിയായിരുന്നു. അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതായത് കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് നമ്മുടെ ആ ഒരു ട്രോഫി നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. സൂപ്പർ. അങ്ങനെ 35,000 രൂപയാണോ 1,05,000 രൂപയാണോ എന്റെ അഭിലാഷേട്ടനെ കാത്തിരിക്കുന്ന അറിയാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ്. എനിക്ക് ഒരേ ഒരു പേടിയേ ഉള്ളൂ, ഈ കമ്പി എങ്ങാനും വളഞ്ഞു പോകുന്നുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ. അഭിലാഷേട്ടാ, ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കം ഓൺ അഭിലാഷേട്ടാ. ചെറുതായിട്ട് ആടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അടിപൊളി അഭിലാഷേട്ടാ. പരിപാടിയാണ്. കോഴി ഇട്ട പോലെ ഉണ്ടല്ലോ ആ മുട്ട. സംരക്ഷിച്ചുകൊണ്ട് വളരെ സമുചിതതയോടെ അഭിലാഷേട്ടനെയാണ് നിങ്ങൾക്ക് കാണാവുന്നത്. എങ്ങാനും ജയിച്ചാൽ 1,05,000 രൂപയുടെ മുട്ടയിടയിലായിരിക്കും.
5, 4, 3, 2, 1. ഈ മത്സരത്തില് ജയിച്ചാൽ മാത്രമേ 1,05,000 രൂപയുടെ സമ്മാനം ലഭിക്കത്തുള്ളൂ. ഇപ്പൊ രണ്ടുപേരും ജയിച്ചിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും അഭിലാഷ് മാസ്റ്റർ വീട്ടിൽ കൊണ്ടുപോവുകയാണ് ടിവിയും ഒരു വാഷിംഗ് മെഷീനും. അങ്ങനെ 35,000 രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങൾ.